സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അത്ലറ്റിക്സ് ട്രാക്കിൽ നിന്നുള്ള ആദ്യ സ്വർണം പാലക്കാടിനാണ് ലഭിച്ചിരിക്കുന്നത്. 3000 മീറ്റർ പെൺകുട്ടികളുടെ സീനിയർ വിഭാഗത്തിൽ പാലക്കാട് പറളി HSSലെ M ഇനിയയ്ക്കാണ് സ്വർണ്ണ നേട്ടം. 3000 മീറ്റർ ആൺകുട്ടികളുടെ സീനിയർ വിഭാഗത്തിലും പാലക്കാടിന് സ്വർണം ലഭിച്ചു. മുണ്ടൂർ HSSലെ ജഗന്നാഥനാണ് സ്വർണം കരസ്ഥമാക്കിയത്. The first event of this 67 to 24. സംസ്ഥാന സ്കൂൾ That was the start of 3000 meters senior boys finals. Final മത്സരം കൺഗ്രാജുലേഷൻസ്. വളരെ സിമ്പിൾ ആയിട്ടാണ് സീനിയർ ലെവലിൽ ഓടി എത്തിയത്. ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കേണ്ട ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നന്നായിട്ടുണ്ടായിരുന്നു. 13 വയസ്സാണ്. 13 വയസ്സാണ് എനിക്ക്. എന്തുകൊണ്ടാ സീനിയറിൽ മത്സരിച്ചത്? ഇല്ല, സീനിയർ കിട്ട് ജയിപ്പിച്ചു. സാറയില്ല ജയിപ്പിച്ചു. എത്ര നാളായിട്ട് ഇതിൽ ഓടുന്നു? ഞാൻ ജൂൺ മുതൽ വരാൻ തുടങ്ങിയത്. ഇത്രയും സീനിയർ ലെവലിൽ ഓടുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും? ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിമാരെ കാണുമ്പോൾ. യെസ്, മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകാനുള്ളത്. മഹേഷ്, നമുക്കറിയാം പാലക്കാട് എപ്പോഴും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീട പോരാട്ടത്തിൽ മുൻനിരയിൽ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും പറളി സ്കൂളിലെ കുട്ടികൾ അങ്ങനെയാണ്. പറളി സ്കൂൾ ദീർഘദൂര ഇനങ്ങളിൽ എപ്പോഴും മികവ് തെളിയിക്കാറുമുണ്ട്. പറളി അത് തുടങ്ങി വെക്കുകയാണോ ഇന്ന്? നൗഫൽ പറഞ്ഞതുപോലെ തന്നെ പറളിയുടെ ഒരു പഴയ പ്രതാപം തിരിച്ചെടുക്കുന്നതാണ് നമ്മൾ ആദ്യ ദിനം തന്നെ ട്രാക്കിൽ കാണുന്നത്. ഇനിയ M ഒരുപക്ഷെ ജൂനിയർ വിഭാഗത്തിലോ സബ് ജൂനിയർ വിഭാഗത്തിലൊക്കെ മത്സരിക്കേണ്ട ഒരു കുട്ടിയാണ്. ഇനിയ സീനിയർ വിഭാഗത്തിൽ മത്സരിച്ചാണ് ഒരു വലിയ നേട്ടം ഉണ്ടാക്കുന്നത്. വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം വലിയ പ്രയാസങ്ങൾക്കിടയിലാണ് ഇനയുടെ വരവ്. ഇനയുടെ വാക്കുകൾ നമ്മൾ അല്പസമയം മുൻപ് കേട്ടു. ഇപ്പോൾ ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടം നടക്കുകയാണ്. അതിനിടയ്ക്ക് സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്റർ മത്സരം നടന്നിരുന്നു. അതിലെ സ്വർണവും പാലക്കാടിനാണ്. മുണ്ടൂർ HSSലെ ജഗന്നാഥനാണ് സ്വർണം നേടിയത്. വെള്ളിയും പാലക്കാടിന് തന്നെയാണ്. അപ്പോൾ ട്രാക്കിൽ പാലക്കാട് തുടങ്ങി വെക്കുകയാണ് അവരുടെ പടയോട്ടം. ഒരു വശത്ത് നമുക്ക് ഇവിടെ മനോജ് മാഷ്, ഒരിക്കൽ കൂടി മനോജ് മാഷിലേക്ക് ഒന്ന് പോകാം എന്ന് കരുതിയാണ്. മാഷ്, ഒരു മിനിറ്റ്. മാഷ്, ഇതൊരു വലിയ നേട്ടമാണ്. നമ്മൾ പറളിയുടെ പഴയ പ്രതാപം അഫ്സലാണെങ്കിലും രാമേശ്വരി ആണെങ്കിലും ശോഭയാണെങ്കിലും ദീർഘദൂര ഓട്ടത്തിൽ നമുക്ക് വലിയ പേരുകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് ഇനിയെ കൂടി വരികയാണ്. തീർച്ചയായിട്ടും ഞാൻ ആ കായിക താരങ്ങൾ പോയ ശേഷം നമുക്ക് അതുപോലുള്ളൊരു കായിക താരത്തെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ജൂൺ മാസത്തിൽ കുട്ടി വന്നു. 4 മാസം കൊണ്ട് മാത്രം പരിശീലിച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണം നേടുക എന്നുള്ളത് ആ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ അഫ്സലായാലും താരയായാലും ശോഭയായാലും രമേശ്വരി ആയാലും അവർക്കൊന്നും സാധിക്കാത്ത വലിയ നേട്ടമാണ് ഇനി ഉണ്ടാക്കിയെന്നുള്ളത് കാണുന്നു. അവരെ പോലെ തന്നെ വലിയ നിലകളിലേക്ക് ഇന്ത്യ എന്നുള്ള ജേഴ്സി അണിയാനുള്ള കഴിവും പ്രാപ്തിയുള്ള കുട്ടിയായി മാറുമെന്നുള്ളൊരു യാതൊരു തർക്കവുമില്ല. ഇനിക്ക് ഒരുപാട് ഭാവി ഉണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? ഇനി ഞാൻ കണ്ടെത്തിയല്ല, ദൈവം എനിക്ക് കൊണ്ട് തന്നതാണ്. കാരണം ഈ എടത്തറ സ്കൂളിൽ നിന്ന് ആ കുട്ടി നമ്മുടെ പറളി സ്കൂളിൽ 7ാം ക്ലാസ് കഴിഞ്ഞ ശേഷം 8ാം ക്ലാസ്സിലേക്ക് നമ്മുടെ സ്കൂളിൽ വരണം. നമ്മുടെ സ്കൂളിൽ ദിവസം റെഗുലറായിട്ട് പരിശീലനം നടക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി നേരെ നമ്മുടെ സ്കൂളിലേക്ക് പരിശീലനത്തിന്റെ ഭാഗത്ത് വരുന്നു. അങ്ങനെ മാറിയ ഒരു ലെവലിൽ നമുക്ക് കാണുമ്പോൾ ഒരു വലിയ സൈസൊന്നും ഇല്ല. അതുകൊണ്ട് വലുതായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങനെ വന്ന് 2-3 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാന്ന് മാത്രമല്ല, ഞാൻ പ്രധാനപ്പെട്ട കുട്ടികളുടെ ചാൻസുള്ള കുട്ടികളുടെ ലിസ്റ്റിലേക്ക് മാറ്റി പിന്നെ വർക്കൗട്ട് ആരംഭിച്ചു. പിന്നെ 600 മീറ്റർ മത്സരമായിരുന്നു ആദ്യം കൊടുത്തെങ്കിലും ആ 600 മീറ്റർ മത്സരത്തിൽ ചാൻസ് ഇല്ല എന്ന് കൊണ്ട് മാത്രം ജൂനിയർ തലത്തിൽ 3000 മീറ്റർ നല്ല ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് സീനിയർ തലത്തിലേക്ക് നമ്മൾ മാറ്റി. ആ മാറ്റിയത് വലിയൊരു വിജയമായി എന്നുള്ളതാണ് സന്തോഷം. ഓക്കെ, അതാണ്. അപ്പോൾ മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ നൗഫല്, ജിൽസി പറഞ്ഞതുപോലെ ട്രാക്കിൽ ഇന്നിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഈ മത്സരം 3000 മീറ്റർ ജൂനിയർ നടക്കുന്നുണ്ട്. അതിന്റെ ആൺകുട്ടികളുടെ മത്സരമുണ്ട്. വൈകിട്ട് തീപാറും ഫൈറ്റ് നടക്കുന്നുണ്ട്. 100 മീറ്റർ ഫൈനലുകളുമുണ്ട്. ജിൽസി, നൗഫൽ. ശരി, എന്തായാലും ആദ്യ സ്വർണം അങ്ങോട്ട് ലഭിച്ചിരിക്കുന്നു. ഇനി സ്വർണ്ണക്കൊയ്ത്ത് തുടരാൻ പോവുകയാണ് ജില്ലകളിലെ. ഇന്ന് വേഗറാണിയും വേഗരാജാവിനെയും ഒക്കെ കണ്ടെത്തുന്ന മത്സരങ്ങൾ വൈകിട്ട് നടക്കാനിരിക്കുന്നുണ്ട്. ഏതായാലും കായികമേളയുടെ കൂടുതൽ വിശേഷങ്ങൾ വരും ബുള്ളറ്റിനുകൾ നമുക്ക് വിശദമായിട്ട് തന്നെ നൽകാൻ സാധിക്കും.